ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിനൂസ് കിച്ചൺ. ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത്. തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഈവനിങ് സ്നാക്കിന്ന് റെഡിയാക്കാൻ പോണത് എന്നുള്ളത്. പച്ചപ്പപ്പായ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ആലോചിക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് പച്ചപ്പപ്പായ പീൽ ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വലിയ പീസസ് ആയിട്ടാണ് ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഒരു ഗ്രേറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയാവും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു ടെക്സ്ചർ കിട്ടില്ല. അതുകൊണ്ടാണ് വലിയ പീസസ് ആയിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഇനി ഗ്രേറ്റ് ചെയ്തതിൽ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പച്ചപ്പപ്പായ ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് 5 മിനിറ്റ് മാറ്റി വെക്കണം. ഇത്രയും സാധനങ്ങളാണ് നമ്മളുടെ സ്നാക്കിന് ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഉള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇനി ഒരു വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചപ്പപ്പായ നന്നായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്തെടുക്കുക. ഇതിലുള്ള കറ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ക്യൂസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം സ്ക്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നല്ല കറ ഉണ്ടാകും പച്ചപ്പപ്പായയിൽ. ആ കറ മുഴുവൻ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നന്നായിട്ട് സ്ക്യൂസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുക എല്ലാവരും. ആദ്യം ഒന്ന് സ്ക്യൂസ് ചെയ്തെടുത്തിരുന്നു, പിന്നെ ഞാൻ വീണ്ടും ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് സ്ക്യൂസ് ചെയ്തെടുത്തു. അപ്പം ഇതുപോലെ നല്ല ഫ്രഷായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി, അതുപോലെ കറിവേപ്പില, ഒരു 3 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് എല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. എരിവൊക്കെ നമ്മളെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ക്രിസ്പിനെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി യൂസ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 2.5 ടേബിൾ സ്പൂണോളം കടലപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പം ആദ്യം 2.5 ടേബിൾ സ്പൂൺ ചേർക്കുക. പിന്നെ വീണ്ടും കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്താൽ മതിയാവും. ഇപ്പോൾ ഞാൻ 2.5 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്തിട്ടുള്ളൂ. വെള്ളമൊന്നും ചേർക്കണില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആരും വെള്ളം ചേർക്കണ്ട. പച്ചപ്പപ്പായയിൽ കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ പപ്പായൻ്റെ നനവോട് കൂടി തന്നെ നമ്മൾ സ്നാക്സിൻ്റെ ഈ മിക്സ് റെഡിയാക്കി വെക്കുക. അപ്പം വാട്ടർ തീരെ യൂസ് ചെയ്യരുത്. അപ്പം ചിലർ വിചാരിക്കും വെള്ളം ചേർക്കാതെ നന്നാവോ എന്നുള്ളതൊക്കെ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതിന് എന്തായാലും ഒരു ഈർപ്പുണ്ടാവും. ഇനി ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഞാൻ ചൂടാക്കി എടുത്തു. അപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ സ്നാക്സ് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പച്ചപ്പപ്പായ കൊണ്ട് ഒരു പക്കവടയാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റും നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. അപ്പം ചായൻ്റെ കൂടെ ഒന്നും കഴിക്കാനില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് 5 മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ